ഇതൊരു വേർതിരിവിന്റെ സമയമാണ് പ്രിയപ്പെട്ടവരെ. നെല്ലും പതിരും ഒന്നിച്ചു വളരുവാൻ ഇനി കർത്താവ് അനുവദിക്കില്ല. കളയും വിളയും ഒന്നിച്ചു പ്രവർത്തിക്കാൻ കർത്താവ് ഇനി അനുവദിക്കില്ല. കൊയ്ത്തു വരെയാണ് രണ്ടും ഒന്നിച്ചു വളരാൻ കർത്താവ് അനുവദിച്ചത്. വെളിപാട് പുസ്തകം 14:15 പറയുന്നുണ്ട്, ഇത് കൊയ്ത്തിന്റെ കാലമാണ്. ഇനി നെല്ലും പതിരും, പതിരുകളും നെല്ലുകളും ഒരുമിച്ച് വളരുകയില്ല. കർത്താവ് പതിരുകളെ മാറ്റും. അതുകൊണ്ട് ഇന്ന് പലപ്പോഴും പല കേസുകൾ പുറത്തു വരുന്നതിന്റെ കാരണം കർത്താവ് വേർതിരിക്കുക. കർത്താവ് വേർതിരിവിന്റെ സമയ സഹോദരങ്ങളെ, പല കള്ള നാണയങ്ങൾ, പല അസ്വസ്ഥതകൾ, പല വിധത്തിലുള്ള തിന്മകൾ, ഇതെല്ലാം പുറത്തു വരും. നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട. നമ്മൾ നിശബ്ദമായി പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക, പ്രാശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ തലമുറയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുക. കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുക, കൃപയ്ക്ക് വേണ്ടി യാചിക്കുക. നമ്മൾ ഇതൊന്നും കൊണ്ട് അസ്വസ്ഥരാകേണ്ട. നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുക. നമ്മൾ കള്ളത്തരം കാണിക്കരുത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കള്ളന്മാരെയും കൂലിക്കാരെയും ഒരിക്കലും കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ കൂടുതൽ വളർത്തിക്കൊണ്ടുവരികയില്ല. നമ്മൾ വിശ്വസ്തരാകണം. അവസാന ശ്വാസം വരെ വിശ്വസ്തതയിൽ വ്യാപരിക്കണം.